ഹലോ ഗായ്സ്, എല്ലാ മച്ചന്മാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത്, ഞാൻ നിൽക്കുന്നൊരു പുതിയ വീടിലാണ്. ഓഫ്കോഴ്സ് നിങ്ങൾക്ക് കാണാം ഡയമണ്ട് ആർമറൊക്കെ. അതിലേക്ക് ഞാൻ പിന്നെ വരാം. എൻ്റെ ലാപ്ടോപ്പിൻ്റെ ഹാർഡ് ഡിസ്ക് അടിച്ച് പോയി ഗൈസ്. മാത്രമല്ല എൻ്റെ പഴയ വേൾഡും ഈ ചാനലിട്ടിരുന്ന ആദ്യത്തെ എപ്പിസോഡിലുള്ള വേൾഡും അതിലുണ്ടാക്കിയ പ്രോഗ്രസ്സും എല്ലാം പോയി. കുറേ വീഡിയോസൊക്കെ ഞാൻ ആ വേൾഡിലിടാൻ വേണ്ടി ആ വേൾഡിലിടാൻ വേണ്ടി ഞാൻ കുറേ വീഡിയോസൊക്കെ എടുത്ത് വെച്ചതായിരുന്നു. അതൊക്കെ പോയി. എല്ലാം മൈൻക്രാഫ്റ്റ് എന്നല്ല, എൻ്റെ ലാപ്ടോപ്പിലുള്ള എല്ലാ സാധനങ്ങളും പോയി. എന്നിട്ടിപ്പോൾ പുതിയൊരു വേൾഡിനാക്കി കളിച്ചു തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അത് നോക്കുമ്പോഴാണ് അതിലും വേറൊരു പ്രശ്നം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കളിച്ചു തുടങ്ങി കുറേ കഴിഞ്ഞിട്ടാണ് എൻ്റെ റെക്കോർഡിങ്സ് എടുത്ത് നോക്കുമ്പോൾ ഞാൻ റെക്കോർഡ് ചെയ്ത ഫസ്റ്റ് പാർട്ടൊന്നും കാണാനില്ല. അതായത് ഞാൻ ഇൻട്രോ ഒക്കെ എടുത്തിരുന്നു, ഒന്നും കാണാനില്ല. എന്നിട്ട് ഞാൻ ഇപ്പോൾ വേറെ റെക്കോർഡ് ചെയ്തിട്ട് ഇപ്പോൾ വേറെ ഓഡിയോ കൊടുത്ത് ഞാനിപ്പോൾ രണ്ടാമത് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് പാർട്ട് പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പോയിട്ടില്ല. അതായത് ഞാൻ സ്റ്റോൺ ടൂൾസിൽ എത്തി നിൽക്കുകയാണ് ഇപ്പോൾ. എന്തായാലും നിങ്ങൾ വേഗം പോയിട്ട് അത് കണ്ടിട്ട് വാ. ഓക്കെ, നമുക്ക് സ്റ്റോണൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അത്യാവശ്യം ടൂൾസ് ഉണ്ടാക്കിയിടുക. ഒരു സോഡ് ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു ആക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ അത്യാവശ്യത്തിനുള്ള ടൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ബാക്കിയുള്ളതൊക്കെ നമുക്കെടുത്ത് തൊടിക്കറിയാം. ഏത് നമുക്ക് ഇനി ആവശ്യമില്ലല്ലോ. ഓക്കെ, ഇനിയും കയറി ഇത് കഷ്ടമാണ് നോക്കണേ. നമുക്ക് ഷീപ്പിനെ കണ്ടുപിടിക്കണം. ഷീപ്പ് മുഖ്യം. എനിക്കിനി വയ്യ ഈ മോൺസ്റ്റേഴ്സിൻ്റെ അടി കൊണ്ട് തേങ്ങ. ഗൈസ്, മൈക്കിന് വലിയ ക്ലിയർ ഇല്ല എന്നൊക്കെ എനിക്കറിയാം. ചെറിയൊരു സെറ്റപ്പൊക്കെ നമ്മൾ നന്നായി സപ്പോർട്ട് ചെയ്താലേ നമുക്ക് വലിയ വെളിയിലൊക്കെ എത്താൻ പറ്റുള്ളൂ. നമുക്ക് ഈ പശുവിനെയൊക്കെ കൊല്ലാൻ എനിക്ക് ഇവിടെ ഇതിനൊന്നും കാണാനില്ല. ആദ്യത്തെ എപ്പിസോഡ് പോലെ തന്നെ ആവുമെന്ന് എനിക്ക് തോന്നുന്നേ. ഇവിടെ പന്നീനെ മാത്രം കാണാണ്ട്, കുറെ പന്നി, പശു. യെസ് ഗൈസ്, ഷീപ്പിനെ കിട്ടി. നമ്മളൊന്ന് ഉറങ്ങും. ഈ ഷീപ്പിനെ ആദ്യം കണ്ടുപിടിച്ചാണ് നമുക്ക്. ഓക്കെ, ഇത് സൺ സെറ്റ് ആകുകയാണോ എന്താണ് എനിക്കറിയാമല്ല. ഷീപ്പിനെ കണ്ടുപിടിച്ചിട്ടാണ് നമുക്ക് പോയിട്ട് അയൺ തപ്പാൻ. പിന്നെ അയൺ തപ്പിയിട്ട് വേണം. ഓക്കെ, 3 ഊളുണ്ട്. അയൺ തപ്പണം. പിന്നെ നമ്മളുടെ ബീഫ് കേട്ടല്ലേ. ഓക്കെ, ചെറിയൊരു ക്യാമ്പ് പോലെ ഇവിടെ സെറ്റാക്കുക ഗൈസ്. ഓക്കെ, നമ്മൾ ബെഡിലാക്കിയിട്ടുണ്ട്. ബെഡ് ഉണ്ടാക്കിയിട്ട് ഇവിടെ ആക്കുക. ഓക്കെ, നമ്മുടെ ആദ്യത്തെ സ്റ്റീക്ക് നമ്മൾ ഇതാക്കണേ കഴിച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇനി ഒന്ന് കിടന്നുറങ്ങാം. ഓക്കെ, ഒന്നും ശരിയായിട്ടില്ല. സോ ഗൈസ്, നമുക്ക് നാളെ ആയിട്ട് കാണാം. നാളെ നല്ല ഫ്രഷ് സ്റ്റാർട്ട്. ഒരു റെക്കോർഡ് ചെയ്യാൻ ശ്രമിക്കുന്നു. എന്തൊരു കഷ്ടത്. കന്നുകാലി തൊഴുത്തല്ല, ഒന്ന് പോവോ. അപ്പോൾ ഗൈസ്, നമുക്ക് നാളെ ഫ്രഷ് സ്റ്റാർട്ടായിട്ട് നമുക്ക് നാളെ അയൺ കണ്ടുപിടിക്കണം. ചെറിയൊരു വീടൊക്കെ സെറ്റ് ആകണം. ഇന്നത്തെ എപ്പിസോഡ് നിർത്തണം. ഇതൊക്കെയാണ് ഇന്നത്തെ പ്ലാന്. അപ്പം നമുക്ക് കിടന്നുറങ്ങാം. ഞാൻ പറഞ്ഞു കന്നുകാലി തൊഴുത്തല്ല, നമുക്ക് പോവാം. കഷ്ടം. ഓക്കെ, അതിന് വേണ്ടില്ല. ഓക്കെ, ഇപ്പം എന്തായാലും ഉറങ്ങാൻ സമയം ഉണ്ടാവും. ഇപ്പം നാളെ കാണാം ഗൈസ്. യെസ്, ഓക്കെ, സൂര്യൻ ഉദിച്ചു വരുന്നു. നമുക്ക് നമ്മുടെ പണികളിലേക്ക് കിടക്കാം. നമ്മുടെ സ്റ്റീക്കൊക്കെ വീഴുന്നാവുണ്ട്. നമുക്ക് അവിടെ റീസ്പോണിനോട് സെറ്റ് ചെയ്തിട്ട് വേണ്ട എടുത്തിട്ട് പോവാം. ഇത് എവിടെയൊക്കെ വെച്ച് ഞാൻ മറക്കാം. നമുക്ക് കുറച്ച് വുഡിൻ്റെ കൂടി ആവശ്യമുണ്ട്. നമുക്ക് ടോർച്ച് ഉണ്ടാക്കി കയ്യിൽ പിടിക്കണം. നമുക്ക് ആദ്യം കുറച്ച് കോൾ എടുക്കണം, എന്നാലേ ലൈറ്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഞാൻ ഈ ഇരുട്ടത്ത് പെട്ടുപോകും. ഓക്കെ, ഏതോനോ ഇന്ന് കരയുണ്ട്. ഭ്രാന്ത് വരുന്നുണ്ട്. എവിടാ നീ? വാടാ, എനിക്കൊരുത്തിനും പേടിയില്ല. നമുക്ക് കുറച്ച് ടോർച്ച് ഉണ്ടാക്കിയിട്ട് കൈ പിടിച്ചാൽ കത്തുണ്ട്. ഓക്കെ, കൈ പിടിച്ചാൽ കത്തുണ്ട്. ഓക്കെ, അത് മതി. കൈ പിടിച്ചാൽ കത്തിയാൽ മതി. ഇതിനെ പോയോ ഗൈസ്? ഈ കേവൊന്നുമില്ല. നമുക്ക് അപ്പുറത്തെ ഇതൊക്കെ ചെറിയ കേവാണ്. ഇതിനൊന്നുമില്ല. ഇതിനെ വലിയ കേവിലേക്ക് നിൽക്കുന്നു. ഓക്കെ, മോൺസ്റ്റർ അണ്ടർക്ക് ഒക്കെ എന്ത്. ഓക്കെ ഗൈസ്, വി ആർ ഗോയിങ് ടു സംവെയർ. നമ്മൾ എവിടേക്ക് എത്തുന്നുണ്ട്. അല്ല, എന്തൊക്കെയോ പറയും. ഗൈസ്, ഇതിൻ്റെ താഴേക്ക് നമുക്ക് പോയേക്കാം. ഇവിടെ ഒന്നും മേലെ നിന്നിട്ടൊന്നും കിട്ടില്ല എന്നാണ് തോന്നുന്നത്. ഇതിൻ്റെ താഴെ
ഓക്കെ, ഇതെന്താണ്? ഞാൻ ഇപ്പൊ ഗെയിമില് പോയി. സോ ഗൈസ് നമുക്ക് പ്ലാൻ ആയിട്ട് ഇരിക്കാം, വേറെ ഗെയിമിൽ കൂടെ പോവാം. ഇത് വല്ലാത്ത ഇതിന്റെ ബാക്കിൽ ഒരു കേവ് പോലെ എന്തോ കണ്ടിരുന്നു. എവിടെയായിരുന്നു അത്? ഓക്കെ ഓക്കെ, പിന്നെ പുറം രാജ്യത്തേക്ക് ഗൈസ്. അപ്പൊ നമുക്ക് അങ്ങനെ അയം കിട്ടിയിട്ടുണ്ട്. വേഗം ഒറ്റ ഒരു പീസ് അയൺ. ഇത് എന്തൊരു കഷ്ടം മോജാങ്ക്, ഇതൊന്നും ശരിയല്ല. എന്തായാലും ആ ഒറ്റ പീസ് നമുക്ക് ഉരുക്കിയെടുക്കാം. എന്നിട്ടൊരു ഷീൽഡ് ഉണ്ടാക്കിയിട്ട് നമുക്ക് പോവാം. എന്തിനാ വെറുതെ റിസ്ക്? എനിക്ക് പേരിടുന്നല്ല കേട്ടോ, ഈ ക്രീപ്പർ പൊട്ടിത്തെറിച്ചാലോന്നോ അല്ലാണ്ട് പേടിനായിട്ടൊന്നല്ല. ഓക്കെ, നമ്മൾ അയൺ ആയിട്ടുണ്ട്. നമ്മുടെ ഫസ്റ്റ് പീസ് അയൺ നമുക്കങ്ങനെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ വേറെ ഷീൽഡ് ആയിട്ടുണ്ട് ഗൈസ്. നല്ലൊരു കേവ് കണ്ടിട്ട് എനിക്ക് നല്ല അയണൊക്കെ കിട്ടിയിട്ട് നമുക്ക് കാണാം ഗൈസ്. ഇവിടെ കേവും കാര്യങ്ങളും ഒന്നുമില്ല കേട്ടോ. ഇവിടെ നിറച്ചും ഫുഡ് ഉണ്ട്, അത് മാത്രമുണ്ട്. ഫുഡ് മാത്രമുണ്ട്, വേറെ ഒന്നുമില്ല ഇവിടെ. കണ്ട, എവിടെ നോക്കിയാലും ഷീപ്പ്. ഓക്കെ, സ്പോണർ എന്തിന്റെയാണ്? സ്പൈഡറാ? enchanted golden necklace. That's a very good start. Okay guys, അയണും സാരലും കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതൊക്കെ മതി. ഓക്കെ ഗൈസ്, ഇതിന്റെ കോഡ്സ് ഞാൻ നോക്കി വെക്കാം. നമുക്ക് എപ്പോഴേലൊക്കെ ഒരു XP ഫാം ആക്കാം. ഇത് വൗ സൂപ്പർ. എന്തുവാടേ വല്ല വിൽക്കി മേലെ വന്ന് വീണതാണ്, ഓട്ട മാത്രം. ഓക്കെ, അവിടെയാണ് നമ്മൾ കണ്ട വലിയ ഓട്ടയുള്ളത്. ഓക്കെ, ഇത് തന്നെയാണ് നമ്മൾ കണ്ട കേറി ചെന്നപ്പോ തന്നെ കണ്ട ശുഭലക്ഷണം ഗൈസ്. ഇവിടെ ഉള്ള അയൺ മൊത്തം എടുത്തേക്ക, ഒറ്റ ഒന്നും ബാക്കി വെക്കണ്ട. വന്നു നമ്മുടെ, അയ്യോ ഇത് പിന്നെ ചക്ക പറിക്കാൻ വെച്ചിരിക്കാണല്ലോ അല്ലേ. ആവശ്യമുള്ള സമയത്തൊന്നും നമ്മുടെ ബ്രെയിൻ ആവില്ല ഗൈസ്. ഉമ്മേ, ആവശ്യമായി നമ്മുടെ ബ്രെയിൻ ആവില്ല ഗൈസ്. അത് അങ്ങനെയാണ് പെർട്ടിക്കുലർ ടൈംസ്. ഈ ഏരിയയിൽ എവിടെയെങ്കിലും റീസ്പോൺ സെറ്റ് ചെയ്തിട്ട് പോകാം ഗൈസ്. നമുക്ക് ഇത്രയും ഫുഡ് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നുണ്ട്, അതൊക്കെ ഒന്ന് കുക്ക് ചെയ്യട്ടെ കേട്ടോ ഗൈസ്. അല്ലെങ്കിൽ ഞാനേ വല്ലവന്റെ അടി കൊണ്ട് ചാവും. ഓക്കെ ഓക്കെ, അതാ ഗൈസ് ഒരു ക്രീപ്പർ വരുന്നുണ്ട്. അവന്മാർക്കൊന്നും വേറെ എന്തൊക്കെ ഉണ്ടായി. അയ്യോ കോമഡി തന്നെ, ഭ്രാന്തി. വലിയ ക്രീപ്പർ പറഞ്ഞു ഷോർക്കാൻ പോകാതെ അതിന്റെ ഇടയെക്കൊണ്ട് അവന്റെ എന്തോ ഉണ്ടായേ. ഞാൻ ഷീൽഡ് അമർത്തിയതാ ഞാൻ, പക്ഷെ ഫുഡാ തിന്നത്. പടായനെപ്പോ സ്റ്റോൺ പിക്കാസ് വേണ്ടി ഒരു അയൺ പിക്കാക്സ് എടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഒരുക്കി കഴിയാണ് ഗൈസ്. സാറല്ല, നമുക്ക് ഇതിനെ വരാം. പോണ വഴി ഒരുക്കി കഴിയട്ടെ. നമുക്ക് അത്യാവശ്യം കയ്യിൽ ഫുഡൊക്കെ കുഴപ്പമില്ല. ഓക്കെ, നമുക്ക് നമ്മൾ രണ്ടും കൽപ്പിച്ച് അങ്ങനെ ഇറങ്ങി ചെല്ലാൻ പോകും. നേരത്തെ അറിയാലോ ഒന്നാണ് ക്രീപ്പർ കൂട്ടിയിട്ട് പെൻഷനും ഗോൾഡ് ആപ്പിളൊക്കെ കയ്യിൽ വെച്ചിരിക്കാം. ഓക്കെ, ഫുഡൊക്കെ കഴിച്ചു ഇറങ്ങുകയാണ്. അതുകൊണ്ട് വേണ്ട, ഇതെന്തോ ലാവാലേക്കോ ശരി. ഓക്കെ ഗൈസ്, നമുക്ക് അയൺ കിട്ടുന്നതിനൊക്കെ ചിലപ്പോൾ നമുക്ക് ഡയമണ്ട്സ് കിട്ടുമെന്നാണ് തോന്നുന്നത്. പക്ഷെ നമ്മുടെ ഒരു ബക്കറ്റ് ഇല്ലേ, അയ്യോ. ഓക്കെ, അത് നമുക്ക് പുറത്തേക്ക് എടുത്തേക്കാം, കാരണം വെള്ളമുണ്ട് അവിടെ ഗൈസ്. നമുക്ക് കുറച്ച് ബ്ലോക്ക് കളക്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് അവിടുന്ന് ബ്രിഡ്ജ് ചെയ്തിട്ടൊന്ന് ചാടി വെക്കാം. എത്തുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു ഇത്. എത്തിയില്ലെങ്കിൽ ഗോവിന്ദ. മെല്ലെ സൂക്ഷിച്ച് പോവാം. ഗൈസ് എത്തും, അതൊന്നൊരു വിഷയമുള്ള കാര്യമില്ല. ഓക്കെ, അങ്ങോട്ട് ചാടുക. ലൈറ്റ് കയ്യിൽ വയ്ക്കാം. നമുക്കത്
നമുക്ക് കുറച്ച് വെള്ളം എടുക്കാം. അതായിരിക്കും എന്തുകൊണ്ട് നല്ല, അല്ലെങ്കിൽ എംഎൽജിയും ചെയ്യാം. ഇത് എവിടുന്ന് വരുന്നേ? ഇത് എവിടുന്ന വരുന്നു? കൊല്ലേ ചപ്പു ചപ്പു. ഞാൻ ഹാക്കൊന്നും അല്ലട്ടോ, കാര്യം പറ, എന്റെ കൈ വിറയ്ക്കുന്നു. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? എന്താണ്? ഞാൻ ഇപ്പൊ ചാവേണ്ടതായിരുന്നു. എന്റെ കൈയൊക്കെ വിയർക്കുന്നു. നമുക്ക് ആ ഡയമണ്ട് എടുക്കാൻ ഞാൻ കുറച്ച് വെള്ളം കളക്ട് ചെയ്യട്ടെ ആദ്യം. ഓക്കെടാ ഓക്കെടാ, വെള്ളം കിട്ടിയിട്ടുണ്ടാ. അപ്പൊ നമുക്ക് വേഗം വേഗം പോയിട്ട് ഡയമണ്ട് എടുക്കാം. ഗൈസ്, നമുക്ക് അയൺ കിട്ടാൻ നമുക്ക് ഡയമണ്ട് ആണ് കിട്ടിയിരിക്കുന്നത്. എല്ലാരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. ശരി, എന്നാ ഒറ്റ ഡയമണ്ട്. പിന്നെ എവിടെയോ നമ്മൾ ഡയമണ്ട് കണ്ടല്ലോ. ഇത് എവിടെയായിരുന്നു? എവിടെയോ കണ്ടല്ലോ. അത് അവിടെ ഉണ്ടല്ലേ. ഓക്കെ, അവിടേക്ക് പോവാം. ഓക്കെ, ഭയങ്കര ഡെഡ്ലി ആയ പാതകളാണ്. നിങ്ങളാരും വേണ്ട, ഞാനും അനുകരിക്കേണ്ട. നിങ്ങളാരും അനുകരിക്കരുത് എന്നാണ് പറഞ്ഞു തന്നത്. അയ്യോ, ഓക്കെ, ഞാനും അനുകരിക്കുന്നില്ല. എന്തിനാ വെറുതെ ഗൈസ്? ഉള്ള ഡയമണ്ട് കൊണ്ടേ തൊലച്ച് കഴിഞ്ഞാൽ ഞാൻ ആ റിഗ്രറ്റിന്റെ ലൈഫ് മൊത്തം ഉണ്ടാവും. അതുകൊണ്ട് വേണ്ട, നമുക്ക് ലൈറ്റ് ചെയ്തേക്കാം. അല്ലെങ്കിൽ മേലെന്ന് ചാടി വന്ന് ഓർമ്മണ്ടല്ലോ നേരത്തെ മറ്റാള്, അതേപോലെ ചിലപ്പോൾ ചാടി വരും. ഗൈസ്, ഇത് കുറച്ച് വലിയ പേരാണ് തോന്നുന്നു. ഓക്കെ, യെസ് യെസ്. നേരത്തെ കണ്ട ശബ്ദം ഒന്നും മൈൻഡ് ആക്കണ്ട ഗൈസ്. അത് ഇവിടെ ചെറുതായിട്ടൊരു ഇതാക്കാണ്. മൈൻഡ് ആക്കണ്ട, നമുക്ക് ഫോക്കസ് ചെയ്ത്. നൈറ്റ് വിഷൻ മോഡ് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഹാർഡ് ഡിസ്ക് അടിച്ചു പോയി. അതിനുശേഷം ഇപ്പം അതൊന്നുമില്ല എൻ്റെ കയ്യിൽ. ഞാൻ ചെറിയ ചെറിയ ക്ലിപ്പുകൾ ഇടാം. എനിക്ക് ഡയമണ്ട് കിട്ടുന്നത്. ഓക്കെ ഗൈസ്, ഇവിടുന്ന് ഇവിടെ വരെ വന്നതാ. ഇവിടെ മൊത്തം ഡയമണ്ടാണ് ഗൈസ്. അവിടെ ഒക്കെ ഉണ്ട്. ഇനി അവിടെ എവിടെയൊക്കെ ഉണ്ടായിരുന്നു, ഞാൻ കണ്ടിരുന്നു നേരത്തെ. ഓക്കെ ഗൈസ്, നമുക്ക് ഇതൊക്കെ എടുത്തിട്ടുള്ള ക്ലിപ്പ് കാണാം. എനിക്ക് എല്ലാം കൂടി ഇട്ട് കഴിഞ്ഞാലേ ആകെ സീനാവും. ഓക്കെ, അപ്പോൾ എല്ലാം ഇങ്ങനെ ഓരോ ചെറിയ ചെറിയ ക്ലിപ്പുകൾ ഞാൻ ഇടാം. നമ്മൾ ഫൈനലി കുറെ നീണ്ട നേരത്തെ ഒരു നമ്മുടെ മൈനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ മേലെ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഏകദേശം 41 ഡയമണ്ട് കിട്ടി ഗൈസ്. അവിടെ ചറപ്പറ ഡയമണ്ട് ആയിരുന്നു ഗൈസ്. അങ്ങോട്ട് തിരിഞ്ഞ ഡയമണ്ട്, അങ്ങോട്ട് തിരിഞ്ഞ ഡയമണ്ട്, മേലേക്ക് നോക്കി താക്കി നോക്കി ഒക്കെ ഡയമണ്ട് ആയിരുന്നു. പിന്നെ ദാ കുറച്ച് അയണും കിട്ടിയിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള സാധനങ്ങൾ നമ്മുടെ കയ്യിൽ അതിന് ഉണ്ടായിരുന്നതാണ്. ഓക്കെ, പിന്നെ മ്യൂസിക് ഡിസ്ക് അതൊക്കെ നമുക്ക് അവിടെ കിട്ടിയത്. ഓക്കെ, പിന്നെ നമ്മുടെ സ്പോൺ പോയിന്റിൽ തന്നെ നമ്മൾ വന്ന് തിരിച്ചെത്തിയിട്ടുണ്ട്. എന്നിട്ട് നമ്മളിവിടെയാണ് നമ്മുടെ മേജർ ഫാമും കാര്യങ്ങളൊക്കെ വരാൻ പോകുന്നത്. ഈ ഏരിയയിൽ എവിടെയായിട്ടാണ് നമ്മൾ സ്പോൺ ആയത്. നമ്മുടെ മേജർ ഫാമൊക്കെ എവിടെ ആയിരിക്കും വരിക. പിന്നെ ഗൈസ്, ഞാൻ പറഞ്ഞതുപോലെ അയൺ ആർമർ ഉണ്ടാക്കണതിൻ്റെ മുമ്പേ നമ്മൾ ഡയമണ്ട് ആർമർ ഉണ്ടാക്കാൻ പോകും ഗൈസ്. നമുക്ക് ഒന്നും ആയിട്ടില്ല, ഒരു വീട് പോലും ആയിട്ടില്ല. അതിന് മുമ്പേ നമ്മൾ എന്താ ചെയ്യാ ഗൈസ്? നമ്മുടെ തലവര തന്നെ. അപ്പൊ ആദ്യം തന്നെ നമുക്കൊരു സോഡ്, ഒരു ആക്സ്, ഇത്രയും മതി. ഫുൾ ഡയമണ്ട് ആയിട്ടില്ല. ഓക്കെ, നമുക്കതും കൂടി ഉണ്ടാക്കിയേക്കാം. എന്ത് ഡയമണ്ട് ഇരിക്കല്ലേ. ഇനി നമുക്കൊരു ചെസ്റ്റ് പ്ലേറ്റ്. അമ്മേ, ഇപ്പൊ എല്ലാം കൂടി എടുത്തന്നെ വിടും. ഒരു ബൂട്ട്, റിലേറ്റീവ്സ്. യെസ്, നമ്മൾ വിജയത്തിലേക്ക് വിജയം പറയാണ്ടിരിക്കാൻ നല്ലത് ഗൈസ്. നമ്മൾ ആദ്യത്തെ എപ്പിസോഡിൽ തന്നെ ഡയമണ്ട് ആർമർ നമുക്ക് ഉണ്ടാക്കി. നമ്മുടെ വൈബ് ഏതാ? നമ്മൾ ആരാ? ബാക്കി 8 ഡയമണ്ട്സ് ഉണ്ട്. ബാക്കി നമ്മുടെ ഫർണസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇതൊക്കെ നമുക്കിവിടെ ഉരുക്കാൻ വെക്കാം ഗൈസ്. അടുത്ത എപ്പിസോഡിൽ നമ്മൾ എന്തായാലും ഒരു അടിപൊളി ബേസ് ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടായിരിക്കും വരുന്നത്. പിന്നെ എല്ലാവരും നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് വലുത്.
അതില്ലെങ്കിൽ നമുക്കൊന്നും ആവാൻ പറ്റില്ല. ഇതേപോലെ നല്ല അടിപൊളി കണ്ടന്റ് ആയിട്ട് നമുക്ക് എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ.